റോണ്ട ബേണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 4ാമത്തെ ദിവസമാണ് നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് ഇന്ന് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഡേ 1, 2, 3 നിങ്ങൾ പ്രത്യേകം ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് ആരോഗ്യം. എന്നിരുന്നാലും മറ്റെന്തിനേക്കാളും നമ്മൾ അവഗണിക്കുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളിൽ പലരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പൊടുന്നനെ നമ്മൾക്ക് തിരിച്ചറിവുണ്ടാകുന്നു, ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല. ഇനി എത്ര കാശുണ്ടായെങ്കിലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല. ആരോഗ്യത്തെപ്പറ്റി സത്യസന്ധമായ ഒരു ഇറ്റാലിയൻ പഴമൊഴിയുണ്ട്. നല്ല ആരോഗ്യമുള്ളവൻ സമ്പന്നനാണ്, എങ്കിലും അവൻ അതറിയുന്നില്ല. നമ്മൾ നന്നായിരിക്കുമ്പോൾ അപൂർവമായി മാത്രമേ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കൂ. പഴമൊഴി വാക്കുകളിലെ സത്യം തിരിച്ചറിയുന്നത് പനി, ജലദോഷം പോലെ ചെറിയ അസുഖങ്ങൾ വരുമ്പോഴോ കിടപ്പിലാകുകയോ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ആകെ ആഗ്രഹിക്കുന്നത് സ്വാസ്ഥ്യമുണ്ടാകാനാണ്. ആരോഗ്യം വീണ്ടെടുക്കുന്നതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് അപ്പോൾ പ്രധാനമായിരിക്കുകയില്ല. ജീവിതത്തിൻ്റെ ഒരു സമ്മാനമാണ് ആരോഗ്യം. ഓരോ ദിവസവും നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നതുമായ ഒന്നാണ് നമ്മുടെ ആരോഗ്യം. ആരോഗ്യത്തോടെ ഇരിക്കാൻ നിങ്ങൾ ചെയ്യുന്നവയ്ക്ക് പുറമേ നമ്മുടെ ആരോഗ്യത്തിന് നന്ദിയുള്ളവരായിരിക്കണം. കൂടുതൽ ആരോഗ്യം സ്വന്തമാക്കുന്നതിന് അത് നമുക്ക് പരിശീലിച്ചേ പറ്റൂ. ഓർക്കുക, നന്ദിയുള്ളവൻ ആരോഗ്യത്തിന് കൂടുതലായി സമൃദ്ധമായ ആരോഗ്യം നൽകപ്പെടും. ആർക്കാണോ നന്ദിയില്ലാത്തത്, അതായത് ആരോഗ്യത്തിന് നന്ദിയില്ലാത്തത്, അവരിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. ആരോഗ്യകരമായ ജീവിത രീതി അനുവർത്തിക്കുന്നവരുടെ പോലും ആരോഗ്യം നഷ്ടപ്പെടാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ചിലർ ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ വച്ചിട്ടുണ്ടാകും, പക്ഷേ അവർക്ക് പെട്ടെന്നായിരിക്കും രോഗം വരുന്നതും അത് പിന്നെ മാറാതെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ആരോഗ്യത്തിന് നിങ്ങൾ നന്ദി പറയേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നിലവിലെ ആരോഗ്യം നിലനിർത്തുന്നതിന് പുറമെ ആരോഗ്യം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് വർദ്ധിപ്പിക്കാനുള്ള മാന്ത്രികത പ്രവർത്തിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ആരോഗ്യം മെച്ചപ്പെടുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. ചെറിയ വേദനകളും മുറിവുകളും കലകളും മറുകളും മാന്ത്രികതയിൽ എന്ന പോലെ മാഞ്ഞു പോകാൻ തുടങ്ങും. നിങ്ങളുടെ ഊർജ്ജക്ഷമതയും ചുറുചുറുക്കും സന്തോഷവും ശ്രദ്ധേയമാംവിധം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് കാണാനിടയാകും. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ദൈനംദിന പരിശീലനത്തിലൂടെ നിങ്ങളുടെ മൊത്തം ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തോടുമൊപ്പം നിങ്ങളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും മറ്റ് ഇന്ദ്രിയങ്ങളും മെച്ചപ്പെടുന്നത് പിന്നീടുള്ള പരിശീലനത്തിലൂടെ നമുക്ക് പഠിക്കാം. മന്ത്രവിദ്യ പോലെ ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നതാണ്. കൃതജ്ഞത ഒരു വാക്സിനാണ്, അതായത് മറുമരുന്ന്, ആൻറ്റിസെപ്റ്റിക് എന്നിവയാണ്. നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ എത്രത്തോളം കൃതജ്ഞതയുള്ളവരാണോ അതേ അളവിൽ നിങ്ങളുടെ ആരോഗ്യം മാന്ത്രികം എന്ന പോലെ വർദ്ധിച്ചു വരും. നിങ്ങൾ എത്രത്തോളം കൃതജ്ഞതയില്ലാത്തവരാണോ അത്രത്തോളം ആരോഗ്യം കുറയും. ദുർബലമായ ആരോഗ്യത്തോടുള്ള ജീവിതത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ ഊർജ്ജവും കാര്യക്ഷമതയും പ്രതിരോധശേഷിയും വ്യക്തമായ ചിന്തയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മറ്റെല്ലാ പ്രവർത്തനങ്ങളും ദുർബലമാക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയിൽ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണം നിങ്ങളെന്ന് കാണാം. ഓരോ ദിവസവും നിങ്ങൾക്ക് വിസ്മയജനകമായി അനുഭവപ്പെടണം. എന്നാൽ ജീവിതം ഭാരമുള്ളതും ഓരോ ദിവസവും കടന്നു പോകാൻ വല്ലാത്ത പരിശ്രമം വേണ്ടി വരുന്നതായി തോന്നുകയും നിങ്ങളുടെ പ്രായത്തേക്കാൾ ഇളയതായി തോന്നാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് ദുർബലമായ ആരോഗ്യത്തിലാണ്. ഈ ഊർജ്ജക്ഷമതയുടെ കുറവിന് പ്രധാന കാരണം കൃതജ്ഞതയില്ലായ്മയാണ്. എല്ലാം മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിനായി ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. വിസ്മയിപ്പിക്കുന്ന നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെപ്പറ്റി ചിന്തിക്കുക. ദിവസത്തിൽ പല പ്രാവശ്യം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും നിങ്ങളുടെ രസനേന്ദ്രിയം അത്യധികം സന്തോഷം നൽകുന്നു. വെറുമൊരു ജലദോഷം പിടിപെട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം രുചി അറിയാനുള്ള കഴിവ് നമ്മൾക്ക് നഷ്ടപ്പെടുന്നത്. അതോടെ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമെല്ലാം രുചി അറിയാത്തതായി മാറുന്നു. പറയുക നിങ്ങൾ സ്വയം, എൻ്റെ രുചി അറിയാനുള്ള കഴിവിന് എനിക്ക് നന്ദി. ജീവിതത്തിൻ്റെ സൗരഭ്യം അനുഭവിക്കാൻ ഘ്രാണശക്തി നിങ്ങളെ സഹായിക്കുന്നു. അതായത് പൂക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, വൃത്തിയുള്ള വിരികൾ എല്ലാം, വേനലിലെ കാറ്റ്, പുതുതായി മുറിച്ച പുല്ല്, മഴയ്ക്ക് ശേഷമുള്ള മണ്ണിൻ്റെ സ്മെല്ല്, ഇങ്ങനെ നിരവധിയായ സൗരഭ്യങ്ങൾ പറയാം. എൻ്റെ അതിശയിപ്പിക്കുന്ന ഘ്രാണശക്തിക്ക് നന്ദി. നിങ്ങൾക്ക് സ്പർശനബോധം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിൽ നിന്ന് ചൂടിനെയോ മൂർച്ചയുള്ളതിൽ നിന്ന് മൃദുവായതിനെയോ പരുക്കനിൽ നിന്ന് പരിപരുത്തതിനെയോ തിരിച്ചറിയാനേ ആകില്ല. വസ്തുക്കൾ അനുഭവവേദ്യമാകില്ല. സ്നേഹം ശാരീരികമായി പ്രകടിപ്പിക്കാനോ സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ സ്പർശനബോധം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാനോ ആശ്ലേഷിക്കാനോ നിങ്ങളെ സഹായിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമാണ് മനുഷ്യജീവികൾ തമ്മിലുള്ള ഹസ്തദാനം എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും വിലപ്പെട്ട സ്പർശനബോധത്തിന് നന്ദി എന്ന് നിങ്ങൾ പറയണം.
നിങ്ങളുടെ കണ്ണുകളുടെ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും മുഖങ്ങൾ കാണാൻ കണ്ണുകൾ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ഏത് അവസ്ഥയും നമ്മൾ ഈ കണ്ണിലൂടെയാണ് കണ്ടുപോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടി നോക്കൂ. എന്നിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അപ്പോൾ നമിക്കും. നിങ്ങൾ പറയണം, എല്ലാം കാണാൻ എനിക്ക് കഴിവ് നൽകുന്ന എൻ്റെ കണ്ണുകൾക്ക് നന്ദി. നിങ്ങളുടെ ചെവികളെ പറ്റിയും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ശബ്ദവും മറ്റുള്ളവരുടെ ശബ്ദവും കേൾക്കാൻ ചെവികൾ നിങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നു. ചെവികളും കേൾവിശക്തിയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്യാനോ പാട്ട് കേൾക്കാനോ റേഡിയോ ശ്രവിക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ ഒരു ശബ്ദവും കേൾക്കാൻ കഴിയില്ല. നിങ്ങൾ പറയണം, എൻ്റെ കേൾവിശക്തിക്ക് നന്ദി. അതുപോലെ തലച്ചോറിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം അസാധ്യമാണ്. സെക്കൻഡിൽ 10 ലക്ഷത്തിലേറെ സന്ദേശങ്ങളാണ് നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും വഴി തലച്ചോർ കൈകാര്യം ചെയ്യുന്നത്. ജീവിതത്തെ അറിയാനും ആസ്വദിക്കാനും യഥാർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ തലച്ചോറാണ്. ലോകത്തെ ഒരു കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും ഈ കഴിവിന് പകരമാവില്ല. നിങ്ങൾ പറയണം, എൻ്റെ തലച്ചോറിനും എൻ്റെ മനോഹരമായ മനസ്സിനും നന്ദി. ശരീരത്തിലെ മറ്റ് അവയവങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ശരീരവ്യവസ്ഥയും പ്രവർത്തനത്തെയും ഉപരിയായി ഏറ്റവും അത്ഭുതകരമായ അവയവം ഹൃദയമാണ്. നിങ്ങളുടെ ഹൃദയമാണ് മറ്റ് അവയവങ്ങളുടെ ജീവൻ പരിപാലനം ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ജീവൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് ഹൃദയമാണ്. നിങ്ങൾ പറയണം, എൻ്റെ ശക്തവും ആരോഗ്യസമ്പന്നവുമായ ഹൃദയത്തിന് നന്ദി. അടുത്തതായി നിങ്ങൾക്കൊരു ചെറിയ പ്രാക്ടീസ് കൂടിയുണ്ട്. ഒരു പേപ്പറോ കാർഡോ എടുത്ത് അതിൽ വലിയ അക്ഷരങ്ങളിൽ നിങ്ങൾ എഴുതണം, ആരോഗ്യത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത്. ഇന്ന് കുറഞ്ഞ പക്ഷം വ്യത്യസ്തമായ 4 സന്ദർഭങ്ങളിൽ നിങ്ങൾ ഈ വാക്കുകൾ കാണുമ്പോൾ വളരെ സാവധാനം ഒരു സമയം ഒരു വാക്ക് എന്ന രീതിയിൽ വായിക്കുക. എന്നിട്ട് നന്ദിപൂർവ്വം ആരോഗ്യത്തിൻ്റെ സമ്മാനം അനുഭവിക്കുക. നിങ്ങൾ ഒരു പേപ്പറിലോ കാർഡിലോ ഈ വാക്കുകൾ എഴുതുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇത് ഒട്ടിച്ചു വയ്ക്കുക. കുറഞ്ഞ പക്ഷം 4 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വളരെ പതുക്കെ ഈ വാക്കുകൾ വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കഴിയാവുന്നത്ര ആരോഗ്യത്തിൻ്റെ വിലപ്പെട്ട സമ്മാനം ഉൾക്കൊണ്ട് നന്ദി പറയാൻ തുടങ്ങുക. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ പ്രാക്ടീസ്. അതായത് നമ്മൾക്ക് കിട്ടിയ ഈ ശരീരം ഒരു അമൂല്യ നിധിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ അവയവത്തിനും നിങ്ങൾ പ്രത്യേകം നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അത്ഭുതങ്ങൾ നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ തുടങ്ങും. എന്തായാലും നിങ്ങൾ ഈ പ്രാക്ടീസ് നിരന്തരം ചെയ്യാൻ ശ്രമിക്കുക, മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു മാജിക് പോലെ നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഡേ 5 പ്രാക്ടീസുമായി നാളെ വരാം. ബൈ ബൈ, ടേക്ക് കെയർ.